നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് എന്നൊരു വാർത്ത വരുന്നുണ്ട്. സ്ത്രീപീഡനത്തിൽ അതിവിദഗ്ധനെന്നും കുപ്രസിദ്ധി നേടിയ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമക്കുരുക്ക് മുറുകുന്നു. ബാംഗ്ലൂരിൽ യുവതികളെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തിയ കേസിനും പിന്നാലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെ പുതിയ ആരോപണങ്ങൾ പുറത്തുവരികയാണ്. സമാനമായ രീതിയിൽ ഡൽഹിയിൽ ഒട്ടേറെ യുവതികളെ രാഹുൽ വലയിലാക്കി ദുരുപയോഗിച്ചിട്ടുണ്ട് എന്നും പണം കൊടുത്തും വഞ്ചന നടത്തിയും കേസുകൾ ഒഴിവാക്കുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഡൽഹിയിലെ മഹിളാ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ വരെ രാഹുലിന്റെ പെരുമാറ്റ വൈകൃതത്തിൽ പരാതിയുമായി രംഗത്ത് വന്നുവെന്നും പാർട്ടി നേതൃത്വം അത് ഒതുക്കി തീർത്തുവെന്നുമാണ് സൂചന. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ എംഎൽഎ സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. സെപ്റ്റംബർ 15-ന് നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി ജയിലിലാക്കാനുള്ള സാഹചര്യം ചെറുതല്ല. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായ പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലെ ഇര കുട്ടിയുമായി രാഹുലിന്റെ വീട്ടിലെത്തുന്ന സാഹചര്യവും മുന്നിലുണ്ട്. 18 വയസ്സ് മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള 50ഓളം സ്ത്രീകളുമായി രാഹുലിന് വഴിവിട്ട ബന്ധവും പതിവ് ചാറ്റിംഗും ഉണ്ടായിരുന്നുവെന്നാണ് മൊബൈൽ കോൾ, വാട്സ്ആപ്പ് റെക്കോർഡുകളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചെന്ന കേസിൽ ചികിത്സാ രേഖകൾ തേടി ക്രൈംബ്രാഞ്ച് ഉടൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് തീരുമാനം. ഇരകളാക്കപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമവും തുടരുകയും ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ എത്തിയാണ് യുവതികൾ ഗർഭചിത്രം നടത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ നിന്ന് നേരിട്ട് വിവരം തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നോട്ടീസ് നൽകി രേഖകൾ ശേഖരിക്കും. നിർബന്ധിച്ചാണ് ഗർഭചിത്രം നടത്തിയത് എങ്കിൽ ആശുപത്രിക്കെതിരെയും ഡോക്ടർക്കെതിരെയും കേസുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചതോടുകൂടി ഏത് നിമിഷവും രാഹുൽ അറസ്റ്റിലാകും. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും 18 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇരകളായത് എന്നും എഫ്ഐആറിൽ പറയുന്നു. മുൻകൂർ ജാമ്യത്തിൽ ശ്രമിച്ചാലും സ്ത്രീകൾ പരാതിയിൽ ഉറച്ചു നിന്നാൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. 5 പേരുടെ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച സന്ദേശം അയച്ചെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത്. ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ലെന്നാണ് പ്രധാന പരാതി. പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകളോ കൈമാറാൻ അവരുടെ മൊഴിയെടുക്കുക മാത്രമല്ല എംഎൽഎ സ്ഥാനം വരെ നഷ്ടമാകും. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു, സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരിൽ വെച്ചാണ്. ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പോകും. അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നതായും വിവരമുണ്ട്. നേരിട്ടുള്ള പരാതിയില്ലാത്തതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണ് എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലാണ്. പാർട്ടി അംഗത്വം 6 മാസത്തേക്ക് നഷ്ടമായെങ്കിലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിന്റെ എംഎൽഎ ആണ്. പാർട്ടി പ്രാഥമിക അംഗമല്ലാത്തതായി മാറിയതോടുകൂടി നിയമസഭയിലും രാഹുൽ പാർട്ടിയുടെ ഭാഗമല്ലാതെയായി മാറിയിരിക്കുന്നു. വരാനിരിക്കുന്ന നടപടി എന്ത് എന്ന് കോൺഗ്രസ് സഭാ നേതാവ് ഇക്കാര്യം ബോധ്യപ്പെടുത്തി സ്പീക്കർ എൻ ഷംസീറിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്.